നിങ്ങളെപ്പോഴും പൊട്ടിത്തെറിക്കുന്നവരാണോ? നിസ്സാര കാരണത്തിന് ദേഷ്യപ്പെടുന്നവരാണോ? പല ബന്ധങ്ങളും തകരാനുള്ള പ്രധാന കാരണവും ഈ ദേഷ്യം തന്നെയായിരിക്കും. സ്നേഹമുള്ളിടത്തെ പരിഭവവും വഴക്കുമൊക്കെ ഉണ്ടാകുകയുള്ളൂവെന്ന് പറയാറുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ജീവിത പങ്കാളിയോ ആരുമായിക്കോട്ടെ, തമ്മിൽ വഴക്കിടുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യത്തിൽ നാം അവരെ കുറ്റപ്പെടുത്തുകയും വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുകയും ചെയ്യും. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തെ പ്രതി ആക്രോശിക്കുകയും കയ്യിൽ കിട്ടുന്നതെല്ലാം വലിച്ചൊറിയുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ പിന്നീട് അതെല്ലാം ഓർത്ത് വിഷമിക്കുകയും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. എന്താണ് നമ്മുടെ ഈ സ്വഭാവത്തിന് കാരണമെന്ന് ഇടയ്ക്കൊന്ന് പരിശോധിക്കണം. ഞാനെന്ന ഭാവമാണ് നമ്മളെ ഇങ്ങനെ ദേഷ്യക്കാരാക്കി മാറ്റുന്നത്. ഒന്നില്ലെങ്കിൽ ആ മനോഭാവം മാറണം, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയണം. ഇനി അറിയാതെ ദേഷ്യപ്പെട്ടെന്ന് കരുതുക, അപ്പോൾ തന്നെ അവരോടൊന്ന് ക്ഷമ ചോദിക്കണം കേട്ടോ, ഒന്ന് ചേർത്ത് പിടിക്കണം. ദേഷ്യം വരുന്നത് മാനുഷികവും സ്വാഭാവികമായ ഒന്നാണ്. എന്നാൽ അതിനെ സ്വയം നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നിടത്ത് ഒരാൾക്ക് പരസ്പരം സ്നേഹവും സന്തോഷവും ഒക്കെ പകർന്നു നൽകാൻ കഴിയും.